റൂഹുൽ ബയാനിലാണ് ചരിത്രം ഉള്ളത്. വളരെ വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ, കച്ചവടക്കാരനാണ് അദ്ദേഹം. പച്ച ചെറിയ കച്ചവടം, വളരെ മിനി സ്റ്റോർ. അദ്ദേഹം ഇങ്ങനെ കൃത്യമായി ഇബാദത്തിലൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന ആ മനുഷ്യൻ ഒരു ദിവസം പള്ളിയിൽ വന്നപ്പോ നിസ്കാരമൊക്കെ കഴിഞ്ഞ് സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞ് കാമാലവിയും തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാന് വന്നത് എന്റെ മോള് വിവാഹപ്രായമായി, കെട്ടിക്കണം, പണമില്ല, എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ്. പണമില്ല, എന്ത് ചെയ്യും? നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് എന്റെ മോളെ കെട്ടിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചെലവ് ഏറ്റെടുക്കണം. ഞാൻ വളരെ സാധു കുടുംബമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കണത് ബിഹഖി ജദ്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ, എന്റെ ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ബർക്കത്തുകൊണ്ട് ആരെങ്കിലും ഇത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോ, നേരത്തെ നമ്മൾ പറഞ്ഞ ആ പച്ച സാധുക്കളുടെ മഹബത്തുള്ള ആ പച്ച മനുഷ്യന്റെ മനസ്സ് കത്തിപ്പോയി. എന്താ അയാൾ റസൂലുള്ളാഹിന്റെ ബർക്കത്തുകൊണ്ട് ഏറ്റെടുക്കാനല്ലേ പറഞ്ഞു? ഒന്നും ചിന്തിച്ചില്ല. അയാൾ പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു. ഈ പച്ച സാധു ഒരു വസ്തുവില്ല. ആ കടയിലെ മുഴുവൻ സാധനം വിറ്റോക്കുമ്പോ കിട്ടിയത്ര 500 ദിർഹം. ദിർഹം എന്ന് പറഞ്ഞ വെള്ളി. 500 ദിർഹം ലാഭമല്ല, മൂലധന അടക്കം, ക്യാപിറ്റൽ അടക്കം വിറ്റിട്ട് 500 ദിർഹം ഇത് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ കെട്ടിച്ചോളി, സുൽത്താന്റെ ബർക്കത്തുണ്ടല്ലേ ചോദിച്ചേക്കണത്, കെട്ടിച്ചോളി. ഈ പച്ച മനുഷ്യൻ വീട്ടിലെത്തി. രാത്രി ഉറങ്ങുമ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, ഏതാ സംഭാവന എന്റെ മോന്, എന്റെ പേരക്കുട്ടിക്കാണല്ലോ കൊടുത്തേക്കണതല്ലേ, കിട്ടിയിട്ടുണ്ട് കേട്ടോ സമ്മാനം. പകരം വേണ്ടേ മോനിക്ക്? ചെറുതുപോരല് വലുതന്നെ വേണ്ടേ? മോനെ ഒരു കാര്യം ചെയ്യും, ബൽഖ് എന്ന നാടുണ്ട്, ആ നാട്ടിൽ ഇന്നാലിന്ന ആളുണ്ട്, അവര് തരും ഇതിന്റെ പകരം. മോൻ അവിടുന്ന് പോയി വാങ്ങിക്കോളി. ഏറ്റെടുത്തു. റൗളയിൽ നിന്ന് കിട്ടിയിട്ടിക്ക് ഭാര്യയോട് രാവിലെ എണീച്ചിട്ട് ചോദിച്ചു, ബൽഖ് എന്ന നാട്ടിലേക്ക് പോകാൻ തങ്ങൾ സ്വപ്നത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ കൊടുത്ത സ്വതക്ക സ്വീകരിച്ചു എന്നാണ് പറയണത്. പച്ച സാധുക്കളെ മഹബത്തല്ലേ, സ്വീകരിക്കുമല്ലോ. അപ്പൊ ഭാര്യയുടെ ഒരു ആശങ്ക, ഓക്കെ മഹബത്തൊക്കെ ഓക്കെയാണ്, പിന്നെ ബൽഖ് എന്ന നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ എത്ര ദിവസം പിടിക്കും? നല്ല ദൂരമുള്ള പ്രദേശമല്ലേ, അത്രയും ദിവസം ഞാനും മക്കളും പട്ടിണിയിലാവണോ? എന്താ ചെയ്യാ എന്ന് വെച്ചു. അപ്പോഴാണ് ആ ആശങ്ക ആ പച്ച സാധുവും മനസ്സിൽ ചിന്തിച്ചത്, ഓ അങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലേ, എന്ത് ചെയ്യും എന്ന അർത്ഥത്തിൽ. അയാള് അയൽവാസിയായ ഒരു മനുഷ്യനുണ്ട്. അയൽവാസി ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്ന ക്യാൻറ്റീൻ ജോലിക്കാരനാണ്. അദ്ദേഹത്തോട് പോയിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങളൊരു 2-3 ദിവസം എന്റെ വീട്ടുകാരുടെ ചെലവ് ഏറ്റെടുത്താല് ഞാൻ അതൊക്കെ തിരിച്ച് വരുമ്പോൾ തരാം, നിങ്ങളൊന്ന് ഏറ്റെടുക്കോ എന്നിങ്ങനെ ഒരു റിക്വസ്റ്റ് നടത്തുമ്പോ ഈ അയൽവാസി പറഞ്ഞ വാക്കെന്താ അറിയാം? എവിടെ പോവാ? അല്ല, ബൽഖ് എന്ന നാട്ടിൽ അത്യാവശ്യമായിട്ട് പോകണ്ട്. ഓ അതാണോ? അതെ, നിങ്ങൾ ഇന്നലെ എന്തോ കണ്ടോ? അതെ, എന്താണ്? വേണ്ട, ഞാൻ അങ്ങോട്ട് പറയാം. നിങ്ങളെ ബൽഖ് എന്ന നാട്ടിലേക്ക് ചെയ്ത സ്വതക്കൊക്കെ പകരം തിരിച്ച സമ്മാനം പറഞ്ഞ മുത്തുനബിയില്ലേ, താങ്കളെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ വാക്കെന്താ അറിയാം? ബൽഖ് എന്ന നാട്ടിലേക്ക് പോയിട്ട് വരുന്നവരുള്ള ചെലവ് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന്. ഞാനത് ഇന്നലെ ഏറ്റെടുത്തു. തങ്ങളെ ഏറ്റെടുക്കുമ്പോ ഫുൾ ഏറ്റെടുക്കും. അരത്തക്കാഫുലല്ല, ഫുൾ ഏറ്റെടുക്കും. അയാൾക്ക് ഭയങ്കര സന്തോഷം. അയാള് ബൽഖ് എന്ന നാട്ടിലേക്ക് എത്തുമ്പോ അതിന്റെ ബൗണ്ടറിയിൽ വെച്ച് എന്നെ പറഞ്ഞ ആള് വാം വെൽക്കം അടിക്കുകയാണ്. മർഹബൻ, മുത്തുനബി തങ്ങളുടെ ദൂതനല്ലേ, വെരി എന്ന് പറഞ്ഞ 3 ദിവസം ഗംഭീര സ്വീകരണം, അടിപൊളി ഫുഡ്, ഡിലീഷ്യസ് ആയ ഫുഡ്, എല്ലാ സൽക്കാരവും കഴിഞ്ഞിട്ട് എത്രയാ കൊടുത്തെന്ന് പറഞ്ഞാൽ 500 ദിർഹം വെള്ളിലെ, എന്നാൽ 500 സ്വർണം ദീനാർ തരാം എന്നൊക്കെ കൊടുത്തു. ഇത് തങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പകരം നല്ല ഓഫർ. പിന്നെ നിങ്ങൾ റസൂലുള്ളാഹിന്റെ ആളല്ലേ, അതുകൊണ്ട് എനിക്കും രക്ഷപ്പെടുന്നില്ല, ഒരു 500 എക്സ്ട്രാ സ്വർണം കൊടുത്തോളി. ഇതാണ് തങ്ങൾ ഏറ്റെടുക്കും എന്ന കാര്യം ഷുവറാണ്. നമ്മൾ നല്ല മഹബത്തൊക്കെ ചെറുപ്പക്കാരായ എന്റെ ഇഷ്ടക്കാരായ SSF-ന്റെ കൂട്ടുകാരോട് ഒറ്റ വാക്ക്, തങ്ങളെ വേദനിപ്പിക്കാത്തൊരു ജീവിതം, അടിപൊളി സുന്നികളായി ജീവിതം. അങ്ങനെ ജീവിച്ചാൽ ഫലഹു അജ്റും മിഅത്തി ഷഹീദ്, 100 രക്തസാക്ഷിയുടെ പ്രതിഫലം നമുക്ക് ഓഫർ ഉണ്ട് അവിടുത്തെ ചുണ്ടിൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.